കാഞ്ഞിരപ്പള്ളിയിൽ ജോർജ് കുര്യനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ പരസ്യമായി രംഗത്തെത്തിയ ന്യൂനപക്ഷ മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് നോബിൾ മാത്യുവിനെ BJP സസ്പെൻഡ് ചെയ്തു. ജോർജ് കുര്യൻ ജയിക്കില്ലെന്നും BJPയിൽ ഗ്രൂപ്പ് തിരിഞ്ഞാണ് സീറ്റുകൾ തീരുമാനിക്കുന്നതെന്നുമായിരുന്നു വിമർശനം. അവിടുത്തെ കുടുംബ ബന്ധങ്ങൾ ഉണ്ടാകണം, മൈനോറിറ്റീസ് കമ്മിറ്റിയിൽ നിന്ന് ആൾക്കാരെ വോട്ട് ചെയ്യണം, മൈനോറിറ്റീസിൽ നിന്നൊക്കെ. അതൊന്നും ഇദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഉണ്ടാകത്തില്ല. ഇതുവരെ ഒരു ഉപകാരവും ആർക്കും ചെയ്തിട്ടില്ല. മാറ്റിയത് കളിച്ചത് ഈ ജോർജ് കുര്യനും ഇതിനകത്ത് ഗ്രൂപ്പുണ്ടല്ലോ, 2 ഗ്രൂപ്പായത്. സുരേന്ദ്രൻ ഗ്രൂപ്പ്, ഇപ്പോൾ സുരേന്ദ്രൻ ഗ്രൂപ്പും മറ്റേ കൃഷ്ണദാസ് ഗ്രൂപ്പും. ആ 2 ഗ്രൂപ്പും ഇപ്പോൾ പുതിയ പ്രസിഡന്റ് വന്നു, 2 ഗ്രൂപ്പും തമ്മിൽ വീതം വെച്ചു. പിന്നെ കോർ കമ്മിറ്റി ആവും, അവരങ്ങ് സീറ്റ് വീതം വെച്ച് പ്രഖ്യാപിക്കും. ഗ്രൂപ്പ് കളിച്ച് സ്വന്തം കാര്യങ്ങൾ നോക്കുന്ന ആളാണ്. കാഞ്ഞിരപ്പള്ളിയിൽ സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ സങ്കടമുണ്ട്. BJPക്ക് വലിയ തിരിച്ചടി. അവിടുന്ന് ആരെങ്കിലും, ഇപ്പം എനിക്ക് വേണമെന്നൊന്നുമില്ല, അവിടുന്ന് ആരെങ്കിലും നിർത്തട്ടായിരുന്നു. എനിക്ക് തന്നെ കിട്ടണമെന്നൊന്നും ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. നമുക്കിപ്പോൾ അഖിലുണ്ട്. അഖിൽ നമ്മളോട് പറഞ്ഞ ഈ പ്രതികരണം അടക്കം നോബിൾ മാത്യുവിൻ്റെ സസ്പെൻഷന് കാരണമായിട്ടുണ്ട്. ഗ്രൂപ്പാണ് BJPയിലുള്ളത്. കാഞ്ഞിരപ്പള്ളിയിൽ നോബിൾ മാത്യു പറയുന്നത് തന്നെയല്ല, പക്ഷേ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നുള്ള ഒരാളെങ്കിലും വെക്കാമായിരുന്നു എന്നുള്ളതാണ്. മുൻ ജില്ലാ പ്രസിഡന്റാണ്, ദേശീയ ചുമതലയുള്ള ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം. സസ്പെൻഷനാണ്. ഇന്ന് മാധ്യമങ്ങളെ കണ്ടേക്കുമോ? സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നോബിൾ വരാൻ സാധ്യതയുണ്ടോ അഖിൽ കാഞ്ഞിരപ്പള്ളിയിൽ? ഡോക്ടർ അരുൺകുമാർ, നമുക്ക് ഈ ഘട്ടത്തിൽ അത് തള്ളിക്കളയാനും കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം കൂടി ഇതിന് അവസാനമായി നോബിൾ മാത്യു പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ജോർജ് കുര്യനെതിരെ വളരെ രൂക്ഷമായ ഭാഷയുള്ള വിമർശനമാണ്. അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നും ആരെങ്കിലും വന്നാൽ അവരെയൊക്കെ വെട്ടി നിരത്തുന്ന ഒരു വ്യക്തിയാണ് ജോർജ് കുര്യൻ. ആർക്കും ഒരു ഉപകാരം ചെയ്തിട്ടില്ല. അദ്ദേഹം അല്ലാതെ മറ്റാരെങ്കിലും പദവികളിലേക്ക് വരുന്ന ഇഷ്ടപ്പെടാത്ത വ്യക്തിയാണ് ജോർജ് കുര്യൻ എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ജോർജ് കുര്യൻ എന്ന സ്ഥാനാർത്ഥി ഒരിക്കലും ഈ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലേക്ക് യോജിച്ചതല്ല. അതായത് കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല എന്നർത്ഥമുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒപ്പം ഈ അതായത് ഒരു 100 വോട്ട് സ്വന്തം വാർഡ്, കടുത്തുരുത്തിയിലെ സ്വന്തം വാർഡിൽ ഒരു 100 വോട്ട് പോലും കിട്ടാത്ത ആളാണ് ജോർജ് കുര്യൻ. അങ്ങനെ ജോർജ് കുര്യനെ ലക്ഷ്യം വെച്ചുകൊണ്ട്, ജോർജ് ഉന്നം വെച്ചുകൊണ്ട് തന്നെ നടത്തിയതാണ്. കഴിഞ്ഞ തൊട്ടുമുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ച സമയത്തും അന്നും ജോർജ് കുര്യൻ ഇടപെട്ടാണ് അൽഫോൺസ് കണ്ണന്താനത്തെ, താല്പര്യമില്ലാത്ത അൽഫോൺസ് കണ്ണന്താനത്തെ കാഞ്ഞിരപ്പള്ളിയിലേക്ക് കൊണ്ടുവന്നത് എന്നൊരു വിമർശനം കൂടി അദ്ദേഹം വെക്കുന്നുണ്ട്. അതായത് കൃത്യമായി തന്നെ ഈ ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ ഈ ജോർജ് കുര്യനൊപ്പം തന്നെ പരിഗണിക്കപ്പെട്ടിരുന്ന പേരുകൾ ഒന്നായിരുന്നു നോബിൾ മാത്യുവിന്റെ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത്. അദ്ദേഹം അരുൺകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ കോട്ടയത്തിന്റെ ജില്ലാ അധ്യക്ഷനായിരുന്നു. അതോടൊപ്പം ഇപ്പോൾ നിലവിൽ ഏറ്റവും അവസാനത്തെ ചുമതല എന്ന് പറയുന്നത് ന്യൂനപക്ഷ മോർച്ചയുടെ ദേശീയ വൈസ് പ്രസിഡന്റാണ്. അതായത് ദേശീയ ചുമതലയുള്ള ഒരു വ്യക്തി കൂടിയാണ്. കടുത്ത വിമർശനം, കടുത്ത അതൃപ്തി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ജോർജ് കുര്യനെ കാഞ്ഞിരപ്പള്ളിയിലേക്ക് കൊണ്ടുവന്ന് കെട്ടിയിറക്കിയതിന്റെ ഒരു അതൃപ്തിയാണ് ഇവിടെ എന്തായാലും പ്രകടമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പേര് പരിഗണിക്കപ്പെട്ടത് ഇത്തവണയും സീറ്റില്ല എന്നതിന്റെ അസ്വാരസ്യം കൂടി ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും രൂക്ഷ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് പാർട്ടി പോവുകയും ചെയ്തിരിക്കുന്നത്. ഡോക്ടർ അരുൺകുമാർ, ഓക്കെ, താങ്ക് യു. അപ്പോൾ അഖിലാണ് വിവരങ്ങൾ നൽകിയത്. പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവും. ചില ആളുകൾ പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് വരും, വലിയ രീതിയിൽ അവർ ആളിക്കത്താൻ ശ്രമിക്കും. പക്ഷേ പാർട്ടിക്ക് പുറത്തേക്ക് വരുമ്പോൾ ഏത് പാർട്ടിയാണെങ്കിലും, നേരത്തെ പിണറായി വിജയൻ പറഞ്ഞതുപോലെ ബക്കറ്റിൽ കോരിയെടുക്കുന്ന കടലിലെ വെള്ളത്തിന് കടലിലെ തിരയുടെ ശക്തി ഉണ്ടാവുമെന്ന് ധരിക്കുന്നത് വിഡ്ഢിത്തമാണ് എന്നുള്ളതാണ്. അപ്പോൾ പാർട്ടിയുടെ ഉള്ളിൽ നിന്നാലേ ഇതിനൊക്കെ ശക്തിയുള്ളൂ. പക്ഷേ പാർട്ടിയിലാണെങ്കിൽ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ എല്ലാ പാർട്ടിയിലും.